കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനെ കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നിന്നോട് ഒരു കാര്യം, ഒരു അനുഗ്രഹം സംഭവിക്കുമെന്നും നിന്റെ ജീവിതത്തിൽ നടക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അല്പം വൈകിയാലും നിന്റെ മനസ്സ് മടുക്കാതെ അത് സംഭവിക്കുമെന്ന് നീ വിശ്വസിച്ച് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത് നിനക്കൊരു അനുഗ്രഹമാണ്. ഒരു വർഷം മുൻപ് ഇവിടെ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ കടലിൽ ജോലി ചെയ്യുന്ന ഒരു മകനാണ്. അപ്പം അദ്ദേഹത്തിനോട് ഇവിടെ നിന്നും പറഞ്ഞു, കൗൺസിലർ 35 ലക്ഷം വരുന്ന കടം വീടുമെന്ന് അടുത്ത ഡിസംബറിൽ. ധ്യാനം കൂടുന്നത് ഡിസംബറിലാണ്. കഴിഞ്ഞ വർഷം 2022 അപ്പം 23 ഡിസംബറിൽ ആകുമ്പോഴേക്കും കടം വീടും. ഈ സഹോദരൻ്റെ ജീവിതത്തിൽ നവംബർ മാസം 2023 നവംബർ കഴിയാൻ പോവുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഈ കടം വീടുക എന്നുള്ളത്. കടലിൽ പോയി ജോലി ചെയ്യുന്ന ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും നടന്നിട്ടില്ല. എങ്കിലും അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഡിസംബറിൽ വെക്കേഷനായി നാട്ടിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ, വലിയ അടുപ്പമൊന്നുമില്ല, വീട്ടിൽ വരും, ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകും. അങ്ങനെയൊരു സൗഹൃദം മാത്രമുള്ള ഈ സഹോദരൻ പതിവില്ലാതെ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ജ്യേഷ്ഠന് എന്തെങ്കിലും കടങ്ങളുണ്ടോ? അപ്പം ഈ മനുഷ്യൻ അനിയനോട് പറഞ്ഞു, എനിക്കൊരു 35 ലക്ഷത്തോളം കടമുണ്ട്. ഈ അനിയൻ ഉടനെ പറയുകയാണ്, എന്നാൽ ജ്യേഷ്ഠൻ്റെ ആ 35 ലക്ഷം കടം ഞാൻ വീട്ടിക്കൊള്ളാം. ആ പാസ്ബുക്ക് വാങ്ങി അന്ന് തന്നെ അത് കൊണ്ടുപോയി ബാങ്കിലുള്ള കടങ്ങളെല്ലാം ആ അനുജൻ വീട്ടുകയാണ്. ഈ ഒരു സംഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്. ഒരു ദർശനമോ ഒരു അനുഗ്രഹമോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നാം അതിന് കാത്തു നിൽക്കണം, പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ നാം അത് സംഭവിക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് മാംസം ധരിക്കും. പ്രിയമുള്ളവരെ, ഈ വചനം പറയുകയാണ്, ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ ചില അനുഗ്രഹങ്ങൾ വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കാൻ ഒരു കൃപ, ആ അനുഗ്രഹം തീർച്ചയായും നമുക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവമേ, അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാൻ, വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങൾ മാംസം ധരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിൽ സ്നേഹം പകരുന്നു, നിത്യാനന്ദം നൽകുന്നു, ആത്മധൈര്യമേകുന്നു, സ്വതന്ത്രനാക്കുന്നു. എന്നിൽ സ്നേഹം പകരുന്നു, നിത്യാനന്ദം നൽകുന്നു, ആത്മധൈര്യമേകുന്നു, സ്വതന്ത്രനാക്കുന്നു. സാക്ഷ്യമേകാനായി എന്നെ ശക്തനാക്കുന്നു, സ്വന്തമാക്കി എന്നിൽ തൻ മുദ്ര പതിക്കുന്നു. സാക്ഷ്യമേകാനായി എന്നെ ശക്തനാക്കുന്നു, സ്വന്തമാക്കി എന്നിൽ തൻ മുദ്ര പതിക്കുന്നു.
പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.